ഗൈസ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെമ്മീൻ ഗ്രില്ല് നമുക്ക് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയാണ്. അതിന് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ ചെമ്മീനാണ്. ചെമ്മീൻ നേരെ ഇതിൻ്റെ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ മദ്യം വെച്ച് സീസർ കത്രിക കൊണ്ട് കട്ട് ചെയ്ത് ഇതേമാതിരി എടുക്കണം. അത് ഇതേമാതിരി എടുത്തതാണ്, കഴുകി വൃത്തിയാക്കി ഞാൻ വെച്ചേക്കാണ്. ഇത് 1 കിലോ ടൈഗർ ചെമ്മീനാണ്. ഈ ചെമ്മീന് 1 കിലോ വാങ്ങുമ്പോൾ 14 പീസ് കിട്ടി എനിക്ക്. അതിനാവശ്യമായ സാധനമാണ് ഇത്. ഒരു ചെറിയൊരു സ്പൂൺ കുരുമുളക് പൊടിയും ഒലിവ് ഓയിലുമാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ സ്പൂൺ തക്കാളി പേസ്റ്റാണ്, തക്കാളിയുടെ പേസ്റ്റാണ്. പിന്നെ അതിന് വേണ്ട സാധനമാണ് ഉപ്പ്. പിന്നെ അതിന് വേണമെന്ന് പറഞ്ഞാൽ ചെറിയ ഒരു സ്പൂൺ ലെമൺ ജ്യൂസാണ്. പിന്നെ അതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ റോസ്മറിയാണ്. റോസ്മറി ഇടുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്മെല്ലെല്ലാം മാറിക്കിട്ടാൻ വേണ്ടിയാണ് റോസ്മറി ഇടുന്നത്. അത് ഞാനിപ്പോൾ നിങ്ങളടുത്ത് മിക്സാക്കുന്ന മസാല കാണിച്ചു തരാം. അപ്പോൾ അതിനെ ഞാനിപ്പോൾ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോകണം. ഞാൻ കുരുമുളകും പിന്നെ ഒലിവ് ഓയിലും കൂടിയാണ് ഇതിലോട്ട് ചേർത്തിരിക്കുന്നത്. അത് ഞാനൊരു ബോളിലോട്ട് ഇടാൻ പോവുകയാണ്. കുരുമുളകും ഒലിവ് ഓയിലുമാണത്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാനൊരു ചെറിയ സ്പൂൺ തക്കാളി പേസ്റ്റ്, 1 കിലോയിലുള്ള തക്കാളി പേസ്റ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ ഉപ്പാണ്. പിന്നെ അതിനാവശ്യമായ ഉപ്പാണ്. പിന്നെ അതിന് വേണ്ടുന്നത് ചെറിയ ഒരു 2 സ്പൂണ്, ഒരു ചെറിയ 2 സ്പൂൺ ലെമൺ ജ്യൂസാണ്. 1 2 സ്പൂൺ ലെമൺ ജ്യൂസാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്കതിന് വേണ്ടുന്ന സാധനമാണ് റോസ്മറിയാണ്. റോസ്മറി ഇടുന്നതെന്ന് വെച്ചാൽ നല്ല സ്മെല്ലാണ് ഇതിന്. അപ്പോൾ ആ മീനിൻ്റെ സ്മെല്ല് ആവില്ല, ചെമ്മീൻ്റെ സ്മെല്ലായിരിക്കില്ല. ആ റോസ്മറി കുറച്ചിട്ട് കൊടുക്കണം. ഇതേമാതിരി റോസ്മറി ഇട്ട് കൊടുത്ത് കുറച്ച് മതിയല്ല. എന്നിട്ട് അത് നല്ലപോലെ നമുക്കൊന്ന് മിക്സാക്കാം. ഇതേമാതിരി ഒന്ന് മിക്സാക്കണം. ഇത് നല്ലപോലെ ഒന്ന് പേസ്റ്റാക്കി എടുക്കണം. നല്ലപോലെ ഒന്ന് പേസ്റ്റാക്കി എടുത്തിട്ട് നമുക്കിത് ഗ്രില്ല് വെളിയിൽ കരിയിൽ വേണമെങ്കിലും ചുടാം, ഇല്ലയെന്നുണ്ടെങ്കിൽ ഓവനിൽ വയ്ക്കാം, ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ പാനിൽ വെച്ച് നമുക്ക് ചുട്ടെടുക്കാം. ഞാൻ ചുട്ടെടുക്കുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്കിത് കാണിച്ച് തരാം. ഇതുപോലെ നല്ലതുപോലെ പേസ്റ്റാക്കിയിട്ട് ഈ ചെമ്മീൻ ഓരോന്നും ഇതേമാതിരി ഇങ്ങനെ തേച്ച് കൊടുക്കണം. കണ്ടല്ലോ, ഇതേമാതിരി നമ്മൾ ഇത് തേച്ച് കൊടുക്കണം. ഒരേ പീസ് എടുത്തിട്ട് നമുക്ക് മസാല തേച്ച് കൊടുക്കണം. ഇതിലോട്ട് ഒരേ പീസ് മസാല തേച്ച് പിടിപ്പിച്ച് വെച്ച് കൊടുക്കണം. ഇത് നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ടുള്ള പണികളാണ്. ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ മക്കൾക്ക് ഇതൊക്കെ ചെയ്ത് വെച്ച് കൊടുത്താൽ നമുക്ക് മക്കൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. അവർക്ക് വെള്ളച്ചോറും വെച്ച് ഈ 2 ചെമ്മീനും കൂടെ ഇതേമാതിരി പെട്ടെന്ന് വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചിട്ട് ഗ്രില്ലാക്കി മക്കൾക്ക് ചോറ്റിൻ്റെ കൂടെ വെച്ച് കൊടുത്താൽ അവർ ഭയങ്കര ഹാപ്പിയായിരിക്കും അവർക്ക് കഴിക്കാൻ. അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇതേമാതിരി നിങ്ങൾ കണ്ടല്ലോ. ഞാൻ ഇനി എല്ലാം ഇതിലോട്ടിട്ട് മസാല ആക്കി വയ്ക്കാൻ പോവുകയാണ്. എല്ലാം ഞാൻ ഇതേപോലെ മസാല ആക്കി വയ്ക്കുകയാണ്. ഒരേ പീസ് എടുത്തിട്ട് നമുക്ക് കുറച്ച് മസാല മതി. അപ്പോൾ ഈ ഒലിവ് ഓയിലും ഇതെല്ലാം കൂടെ ആകുമ്പം നിങ്ങൾക്ക് പിന്നെ കാർലിക്ക് എന്താണ് വേണമെന്ന് വെച്ചാൽ ചേർക്കാം. ഞാൻ കാർലിക്കൊന്നും ഇതിൽ ചേർക്കുന്നില്ല, മീനിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറും. അതുകൊണ്ട് ഞാൻ കാർലിക്കൊന്നും ഇതിൽ ചേർക്കാറില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് ചേർക്കാം. ഞാൻ ഇതിൽ ഇങ്ങനെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഞാൻ പല രീതിയിലും ചെയ്യാറുണ്ട്. ഞാൻ ചെയ്യുന്ന സമയത്തെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടല്ലോ, എല്ലാം ഞാൻ ഇതേമാതിരി ചെയ്ത് ഇതേമാതിരി ചെയ്തിട്ട് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. കണ്ടല്ലോ, ഞാൻ എല്ലാം ഇതേപോലെ മസാലയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ഒന്ന് മാറ്റി വെച്ചു. കണ്ടല്ലോ, ഇതേപോലെ ചെമ്മീനെല്ലാം മസാല ആക്കിയിട്ട് നമുക്കിതേപോലെ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. അതിൻ്റെ ഉപ്പും ലെമൺ ജ്യൂസൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി 10 മിനിറ്റ് നമുക്ക് ഇതേമാതിരി ഉപ്പെല്ലാം പിടിക്കാൻ വേണ്ടി 10 മിനിറ്റ് വയ്ക്കാം. കണ്ട. ഇനി ഞാനിത് ചുട്ടിട്ട് സെർവ് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. ചെമ്മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഇനി ഒരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാൻ പോവുകയാണ്. നമുക്കിനി അത് ഒരു പാത്രത്തിലോട്ട്
ഞാൻ ഒരു പാത്രത്തിലോട്ട് ഇതേപോലെ ഒരു ഹറാറയിലോട്ട് ഞാൻ സർവ് ചെയ്യാൻ പോവുകയാണ്. ഒരു കാസറോള് പാത്രം എടുത്തിട്ടുണ്ട്. കണ്ടോ, ഞാൻ സർവ് ചെയ്യാൻ പോവുകയാണ്. അതിലോട്ട് കണ്ടല്ലോ, എല്ലാവരും കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതെല്ലാം ഇതേപോലെ എടുത്ത് വെച്ചിട്ട് ഇതിലോട്ട് ഞാൻ സർവ് ചെയ്യുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമ്മളെ മക്കൾക്ക് 2 പീസ് മതി എടുത്തുണ്ടാക്കി കൊടുക്കാൻ. എത്ര എളുപ്പമാണെന്നറിയാമോ? ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിലോട്ട് ശകല മസാല ആക്കി വെച്ചിട്ട് ഇതേപോലെ ചെയ്ത് എല്ലാവരും കൊടുക്കണം മക്കൾക്ക്. എന്താ രസം! എല്ലാം ഞാൻ ഇതിലോട്ട് സർവ് ചെയ്യുന്നു. കണ്ടല്ലോ. ഇനി നമുക്ക് അതിലോട്ട് ഗാർണിഷ് ചെയ്യാനായിട്ട് ഒരു 2-3 പീസ് നാരങ്ങയും കൂടെ ഗാർണിഷ് ചെയ്യാൻ വെച്ച് കൊടുക്കാം. കണ്ടല്ലോ, എല്ലാവരും നിങ്ങൾ കണ്ടല്ലോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. ആരും ഉണ്ടാക്കാതിരിക്കരുത്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് കണ്ടല്ലോ, നിങ്ങളെല്ലാവരും കണ്ടല്ലോ. നോക്കി എങ്ങനെ ഉണ്ടെന്ന്. 1 കിലോ ചെമ്മീനാണ്, 14 പീസ് ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ടില്ലേ നോക്കിയാണ്.